ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റുഡൻസിനും അതുപോലൊക്കെ മറ്റുള്ള എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായ ഒരു കാര്യവുമായിട്ടാണ്. അതായത് നമ്മൾ മറ്റുള്ള ഭാഷകൾ, സംസ്കൃതം ഒഴിച്ച് മറ്റുള്ള ഭാഷകളിലൊക്കെ പുല്ലിംഗം സ്ത്രീലിംഗം, അതായത് മാസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, ഇത് മാത്രമേ ഉള്ളൂ ജെൻഡറായിട്ട്. എന്നാൽ സംസ്കൃതത്തിൽ അങ്ങനെയല്ല, മൂന്നും ഉണ്ട്. അതായത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, മാസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ. അപ്പൊ ഇങ്ങനെ വരുന്നു. നമുക്ക് അത് കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇപ്പം ചില വാക്കുകൾ ആയിൽ അവസാനിക്കും, ചിലത് ആയിൽ അവസാനിക്കും, ചിലത് ഈയിൽ അവസാനിക്കും, ഇങ്ങനെ അവസാനിക്കുന്നതാണ്. അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം ബാല എന്ന് പറയുമ്പോൾ ആയിലല്ലേ അവസാനിക്കുന്നത്? അപ്പൊ അത് അകാരാന്ത, ആയിൽ അവസാനിക്കുന്നതുകൊണ്ട് അകാരാന്ത. ഇനി ബാല ശബ്ദം എന്താണ്? പുല്ലിംഗ ശബ്ദമാണ്. അകാരാന്ത പുല്ലിംഗ ശബ്ദ. അപ്പൊ നമുക്ക് ഇപ്പം പറയുന്നത് അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ ധാരാളമുണ്ട്. ഇത് ഏതാനുമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. അകാരാന്ത, അപ്പൊ ലിംഗബോധനമാണ്. ലിംഗം, ജെൻഡറിനെ മനസ്സിലാക്കി തരിക. അകാരാന്ത പുല്ലിംഗ ശബ്ദാഹ. അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ്. ആദ്യം ദേവ. ദേവ എന്ന് പറയുമ്പം അവസാനം എന്താണ്? പിന്നെ ഒരു വിസർഗം ചേർക്കുന്നല്ലോ. അപ്പൊ ദേവ. അപ്പൊ അത് അകാരാന്തം. ദേവം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നുള്ള ദൈവം. ഇനി രാമ ഒരു പേരാണ്. വൃക്ഷ, വൃക്ഷ ആയിൽ അവസാനിക്കുന്നു. വൃക്ഷ. അജഹ ഹി ഗോട്ട്, ആണാടിനെയാണ് അജഹ എന്ന് പറയുന്നത്. അശ്വഹ ഹോഴ്സ്, കുതിര. അനലഹ അഗ്നി, ഫയർ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ അനിലഹയാണെങ്കിലോ അനിലഹ കാറ്റ്. ആകാശ അറിയാം, ആകാശം തന്നെയാണ്. ഈശ്വരൻ. ഉലൂകഹ ഔൾ, മൂങ്ങ. ഉഷ്ട്രഹ ക്യാമൽ, ഒട്ടകം. വൃഷഭ ഓക്സ്, അതെല്ലാവർക്കും അറിയാം. കാക്കഹ ക്രോ. പതംഗഹ ബേർഡ്. ഖഗഹ ബേർഡ്. ഗർദഭ എന്താണ്? ഡോങ്കി, കഴുത. ഖടഹ കുടം. ചന്ദ്രഹ ചന്ദ്രൻ തന്നെയാണ്. ജലദഹ മേഘം, ക്ലൗഡ്. ദന്തഹ പല്ല്. നകുലഹ മംഗൂസ്, കീരി, ഇത് കേട്ടില്ലേ, മംഗൂസ്. ബകഹ ക്രെയിൻ, അതായത് കൊക്ക് എന്ന് പറയും, കൊക്ക്. ഇനി അതുപോലെ വേറെയും ധാരാളം ഇതുണ്ട്. പിന്നെ നോക്കിക്കോളൂ. ഭല്ലൂകഹ എന്താണ്? കരടി, ബെയർ. മകരഹ ഈ ക്രോക്കഡൈൽ ഇല്ലേ, ക്രോക്കഡൈൽ. യജ്ഞം നടത്തുന്നതിൽ യജ്ഞം. രാമഹ, അത് ഞാൻ പറഞ്ഞു. ലാഭം. വരം. അടുത്തത് ശേഷഹയാണ്. ശേഷഹ എന്ന് പറയുമ്പോൾ ശേഷനാഗം എന്നുള്ള അർത്ഥമില്ലേ, ശേഷം. ഇനി പടഹ വസ്ത്രം, ക്ലോത്ത്. പർവ്വതം. ഹസ്തഹ കൈ. മനുഷ്യൻ. നരഹയും മനുഷ്യഹയാണ്. മൃഗഹ മാൻ. ഛാത്രഹ സ്റ്റുഡന്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നതാണ് എന്താ? അകാരാന്ത പുല്ലിംഗ ശബ്ദം. അപ്പൊ ഒരുവിധം മനസ്സിലായി കാണും. ഇനി നമുക്ക് അടുത്തത് പിന്നെ ആകാരാന്തമാണ്. ആകാരാന്തം എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീലിംഗ ശബ്ദമാണ് വരുന്നത്. ആകാരാന്ത, അത് ഒരു രണ്ടൊന്നും എഴുതിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. ആയിൽ അവസാനിക്കുന്നതിന് സ്ത്രീലിംഗമാണ്. അങ്ങനെയുള്ളത് നോക്കിക്കോളൂ. ലത എന്ന് പറഞ്ഞാൽ എന്താ? വള്ളി, ക്രീപ്പർ എന്നൊക്കെ പറയാം. പിന്നെ മാല തന്നെ, ഗാർലൻഡ്. കല ചന്ദ്രകല എന്നൊക്കെ പറയില്ലേ. ആര്യ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ എന്നുള്ള അർത്ഥമാണ്. കക്ഷ ക്ലാസ് റൂമിനെയാണ് കക്ഷ എന്ന് പറയുന്നത്. കന്യാ പെൺകുട്ടി. ഛായ നിഴൽ. ഇനി വേറെ ഏതാനും പറയാം. കൗമുദി. അത് ഈകാരമെന്നാണ്, അതല്ല ആയിലല്ല അവസാനിക്കുന്നതിലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗംഗ ആയിൽ അവസാനിക്കുന്നത്. അപ്പൊ അതെന്താണ്? റിവറാണ്, ഗംഗാ നദി എന്ന് പറയില്ലേ. ഇനി ഭൃത്യ, സെർവൻ, മെയ്ഡ്. പിന്നെ യമുന, അതൊരു നദിയുടെ പേരാണ്, യമുന. പിന്നെ അടുത്തത് വിദ്യ.
നോളജ്, അറിവ്. സുധ, സുധ എന്താ? അമൃത്. ചന്ദ്രിക, ചന്ദ്രിക നിലാവ്. വാട്ടിക, ഗാർഡൻ. ചട്ടക്ക, ബേർഡ്. അജ, നേരത്തെ നമ്മൾ അകാരാന്തത്തിൽ പഠിച്ചു. അജഹ, അജഹ ഹീ ഗോട്ട്. അജ എന്ന് പറയുമ്പോൾ ഷീ ഗോട്ട്. പാഠശാല, ഇതൊക്കെയാണ് എന്താണ്? ആകാരാന്ത, സ്ത്രീലിംഗ ശബ്ദം. ഇനി അടുത്ത് നമുക്ക് അകാരാന്ത നപുംസകലിംഗം. അപ്പം നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ പുല്ലിംഗവും അല്ല സ്ത്രീലിംഗവും അല്ല, അങ്ങനെ വരുന്നതാണ് നപുംസകലിംഗം അല്ലെ. പുല്ലിംഗം അല്ല സ്ത്രീലിംഗം അല്ല. ഉദാഹരണം അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വാക്കുകളാണ്. അത് അസ്ത്രം. അസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അസ്ത്ര അത് പറയാൻ അകാരാന്തമാണ്. പിന്നെ അമ്മെന്നുള്ള ഒരു അനുസ്വാരം ചേർത്തു ഇല്ലേ, അപ്പോഴാണ് എന്താ അസ്ത്രമായത്. അപ്പോഴാണ് അസ്ത്രമായത്. അസ്ത്രം, അസ്ത്രം പ്രയോഗിക്കാന്ന് പറയില്ലേ. അപ്പൊ അസ്ത്രം, അസ്ത്ര എന്നാണ്. അതിന്റെ കൂടെ അമ്മ എന്നൊരു അനുസ്വാരം ചേർത്തപ്പോ അസ്ത്രമായി. അപ്പൊ അകാരാന്തമാണത്, പക്ഷെ അത് നപുംസകലിംഗമാണ്. പിന്നെ ഉപവനം, ഉപവനം എന്ന് പറഞ്ഞാൽ ഗാർഡൻ. ഫലം, ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട്. ഇനി വേറെയുണ്ട് ഉദകം. ഉദകം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ, ജലം. ഉദ്യാനം, ഗാർഡൻ, എല്ലാം മേൽ അവസാനിക്കുന്നു. ഔഷധം, മെഡിസിൻ. കമലം, ലോട്ടസ്, താമര. ഗഗനം, ആകാശം. ജലം, വെള്ളം. തൃണം, എന്താ തൃണം? ഗ്രാസ്, പുല്ല്. ദർപ്പണം, കണ്ണാടി. നയനം, അതുപോലെ നേത്രം. പിന്നെ പുഷ്പം, പുഷ്പം പുഷ്പം തന്നെയാണ്. ഫലം, ഫ്രൂട്ട്. ഭൂഷണം, എന്താ? ഭൂഷണ, ആഭരണം. മാസം, മന്ത്, മാസം തന്നെയാണ്. മുഖം, മുഖം തന്നെയാണ്. ചിത്രം, ചിത്രം. മിത്രം, മിത്രം എന്താ? ഫ്രണ്ട്. രത്നം, രത്നം തന്നെയാണ്. റൂപ്യകം എന്താണ്? റൂപ്യകം, രൂപ. പിന്നെ ചിത്തം, മനസ്, മനസ്. വിഷം എന്താണ്? വിഷം, വിഷം തന്നെ, വിഷം. പിന്നെ സലിലം, വാട്ടർ. സുവർണം, ഗോൾഡ്. പത്രം, പത്രം ലെറ്റർ എന്ന് പറയാം. പത്രം പിന്നെ പൂക്കളുടെ എതളെന്നും വേണമെങ്കിലും പറയാം. ഗൃഹം, ഹൗസ്. ദുഃഖം, ദുഃഖം തന്നെയാണ്. തൃണം, പറഞ്ഞു തൃണം. പിന്നെ ഭോജനം, ഫുഡ്, ആഹാരം. അപ്പൊ ഇതാണ്, ഇത്രയാണ് മാസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത്. അത് നപുംസകലിംഗം. അപ്പൊ നമ്മള് നപുംസകലിംഗം പഠിച്ച് നപുംസകലിംഗം അകാരാന്തം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പുല്ലിംഗം, സ്ത്രീലിംഗം ഒക്കെ ആയിട്ട് വരും. ഇനി അടുത്തത് നോക്കിക്കോളൂ. ഇകാരാന്ത, ഇക്കാരാന്ത ഈൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദങ്ങളാണ് മുനിഹി. മുനി, വിസർഗം മാറ്റിയാൽ മുനി എന്നല്ലേ വരുള്ളൂ. മുനിഹി. പിന്നെ രവിഹി. അപ്പം മറ്റേ ബാല, ബാലഹ, അഹ, ഇവിടെ ഇഹി അല്ലെ. ഈ രവി, വിസർഗം രവിഹി. ഹരി, ഹരിഹി. മുനിഹി എന്ന് പറഞ്ഞാൽ അറിയാം, മുനി, സെയ്ജ്, സന്യാസി എന്നൊക്കെ അർത്ഥം. രവി എന്ന് പറയുമ്പോഴത്തേക്ക് സൺ, അത് സൂര്യൻ. ഹരിഹി, വിഷ്ണു, ഹരിഹി. പിന്നെ വേറെ വികാരാന്ത പുല്ലിംഗം ഋഷിഹി വരും. ഋഷി. കവിഹി, കവി. കവി, കവി, കവി എന്ന് മലയാളത്തിൽ പറയാറില്ലേ. കപിഹി, കപിഹി എന്താണ്? മങ്കി. പിന്നെ യതിഹി, യതി എന്താണ്? സന്യാസിയാണ്. രാശിഹി, രാശി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, സമൂഹം എന്നൊക്കെ അർത്ഥം. അസിഹി, അസിഹി സോഡ്, വാള്. അതിഥിഹി, അതിഥി തന്നെ, ഗസ്റ്റ്. ഭൂപതിഹി, കിങ്. പിന്നെ വിധിഹി, വിധി, വിധിയാണത്. ഗിരിഹി, പർവ്വതം, മൗണ്ടൻ. ഔഷധിഹി, അത് മെഡിസിൻ. അർദ്രിഹി, അർദ്രിഹി എന്താണ്? പർവ്വതം, മൗണ്ടൻ. ജലധിഹി എന്താണ്? സമുദ്രം, ഓഷൻ. വ്യാധിഹി, രോഗം, അസുഖം. ഇനി അത് കഴിഞ്ഞിട്ട് ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. അപ്പം ഈകാരാന്തം എല്ലാം സ്ത്രീ. നേരത്തെ അകാരാന്തം പുല്ലിംഗം, ആകാരാന്ത സ്ത്രീലിംഗം.
ഇവിടെ ഇകാരാന്തം പുല്ലിംഗം, ഈകാരാന്ത സ്ത്രീലിംഗം. അപ്പൊ നോക്കൂ, നദീ നദീന്നല്ലേ. അപ്പൊ അവിടെ വിസർഗം ഇല്ല അല്ലേ, നദീ ദീർഘം മാത്രമേ ഉള്ളൂ. അതുപോലെ ദേവീ, പൃഥ്വി. പൃഥ്വി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൃഥ്വി ഭൂമി, പൃഥ്വി ഭൂമി. ഇനി അടുത്തതുപോലെ ഈകാരാന്തത്തില് മറ്റൊരു നോക്കിക്കോളൂ, കൗമുദി, കൗമുദി. പിന്നെ ഖടി, ഖടി ക്ലോക്ക്. ജനനി മാതാവ്. നാരി, നാരി സ്ത്രീ, വുമൺ. ഭഗിനി അതെന്താണ്? സിസ്റ്റർ. രാജ്ഞി, രാജ്ഞി തന്നെയാണ്. പിന്നെ ശ്രേണി, അതായത് ക്ലാസ് എന്നുള്ള അർത്ഥം. നേരത്തെ കക്ഷ എന്നുള്ള ക്ലാസ് പഠിച്ചത്, അതുപോലെ ശ്രേണി കക്ഷയാണ്. സഖി, ഫ്രണ്ട്. ഇനിയുള്ളത് ഉകാരാന്ത. അതും ഉകാരാന്ത എന്താണ്? പുല്ലിംഗ ശബ്ദമാണ്. അത് നോക്കിക്കോളൂ, ഗുരുഹു, ഗുരു. അപ്പം ഗുരു നേരിട്ട് വിസർഗം, ഗുരു വിസർഗം, ഗുരുഹു. അതുപോലെ ഗുരു തന്നെയാണ്. സാധുഹു, സാധു നേരിട്ട് വിസർഗം. അപ്പൊ അത് സാധു സന്യാസി എന്ന് പറയാം, പണ്ഡിതൻ എന്നൊക്കെ പറയാം. തരുഹു, തരു വൃക്ഷ, വൃക്ഷ എന്നുള്ള അർത്ഥത്തിലാണ് തരുഹു വന്നത്. അപ്പൊ ഈകാരാന്ത ഉകാരാന്തം എന്ന് പറഞ്ഞത്, ഉകാരാന്ത പുല്ലിംഗത്തിൽ വരുന്നത് ഭാനുഹു. ഭാനുഹു ആരാണ്? സൂര്യ, സൂര്യൻ. വിധുഹു ചന്ദ്രൻ. ശിശുഹു കുഞ്ഞെന്നുള്ള അർത്ഥത്തില്. സിന്ധുഹു, സിന്ധുഹു സിന്ധു, സിന്ധു നദി എന്ന് പറയാം, സമുദ്രം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബന്ധുഹു, ബന്ധു തന്നെയാണ്. ഇന്ദുഹു ചന്ദ്രൻ. വായുഹു വായു. ഗുരുഹുരു പറഞ്ഞു. അടുത്തത് ശത്രുഹു, ശത്രു എനിമി, ശത്രു. റിപുഹു എനിമിയാണ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പം അകാരാന്ത പുല്ലിംഗം, പുല്ലിംഗം നംസലിംഗം പഠിച്ചു. ആകാരാന്ത സ്ത്രീലിംഗം, ഈകാരാന്ത സ്ത്രീലിംഗം പഠിച്ചു. ഇക്കാരാന്ത പുല്ലിംഗവും ഉക്കാരാന്ത പുല്ലിംഗവും പഠിച്ചു. ഇനിയും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.